ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പുരുഷൻ നീതി കിട്ടിയിട്ട് പറയാമോ? എത്ര കരയണ്ടെന്ന് വെച്ചാൽ നമ്മൾ കരഞ്ഞു പോകും ചില സമയത്ത്. പെണ്ണിന്റെ കരച്ചിൽ കേൾക്കാൻ ഒരുപാട് പേരുണ്ട്. പുരുഷന്റെ കരച്ചിൽ കേട്ടാൽ അവന് വേറൊരു പേരുണ്ട്. എന്താണ്? പെണ്ണാളെന്ന് പറയും. 18 മുതൽ 50 വയസ്സിനിടയിൽ പുരുഷന്മാർ മരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും. അതുകൊണ്ടാണെങ്കിലും അടിക്കുമോ? ഉറപ്പാണ്, അടിച്ചിട്ടുണ്ട്. അവനൊരു ബാങ്ക് അക്കൗണ്ട് പോലും കാണില്ല പ്രവാസികൾക്ക്. അതെന്താ പ്രവാസികൾക്ക് മന്ദബുദ്ധികളാണെന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ട് മണലാരണ്യത്തിൽ കിടന്ന് ഒരു നല്ല വസ്ത്രം ധരിക്കാതെ നല്ല ഭക്ഷണം കഴിക്കാതെ ഇവൻ പട്ടിപ്പണി എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഇത് മൊത്തം ഭാര്യയ്ക്ക് അയച്ചോളൂ. അവളിവിടെ അർമാദിക്കുകയാണ്. താങ്കൾ പറയുന്ന മെൻസ് കമ്മീഷന്റെ എന്തൊക്കെ അവകാശങ്ങൾ വേണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്? കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവകാശങ്ങളൊന്നല്ല. ഒരു പുരുഷന് ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പബ്ലിക്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയാൽ അവൻ നീതി കിട്ടുന്നില്ല. പോലീസും കോടതിയാണല്ലോ നമുക്കിത് രണ്ടേ ഉള്ളൂ. നമുക്കിത് രണ്ടും ഇല്ല. വേണമെങ്കിൽ അത് പറയാം. ഇവിടെ ഒരു പെണ്ണിനാണെങ്കിൽ പോലീസ് സ്റ്റേഷനുണ്ട്, വനിതാ സെല്ലുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, പിന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുക, അതിൽ വേറെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പുരുഷന് എവിടെ പോകണം? പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ പോകണം. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പുരുഷൻ നീതി കിട്ടിയിട്ട് പറയാമോ? ഉറപ്പായിട്ടും പറയാം. അത് പുരുഷനോ സ്ത്രീയോ എന്ന് നോക്കിയല്ല കോടതികൾ, പോലീസ് നീതി കൊടുക്കുന്നത്. ആണ്. ഞാൻ ഉൾപ്പെടെ സാക്ഷിയാണ്. എനിക്ക് ഒരു SP യുമായിട്ട് ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അന്ന് പോലീസ് സ്റ്റേഷനിലെ തടി കേടാവാതെ ഞാൻ ഇറങ്ങി വന്നത്. മനസ്സിലായില്ലേ? തടി കേടെന്നല്ല, കേടാവും. കാര്യം എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും. അതുകൊണ്ടാണെങ്കിലും അടിക്കുമോ? ഉറപ്പാണ്, അടിച്ചിട്ടുണ്ട്. ഞാൻ തല്ലിയിട്ടുമുണ്ട്. അങ്ങനെ എന്റെ ഒരു കേസും ഉണ്ട്. അപ്പോ ഭാര്യയുടെ മക്കളുടെയും എന്റെ ചോർന്ന് നിന്നിട്ട് അവളെ എനിക്കെതിരെ പരാതി കൊടുത്ത് എന്നെ തല്ലിക്കഴിഞ്ഞാൽ അത് ചോറും തിന്നാന്ന് പറയുന്നോണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്ന് ഞാനാണ് ജോലി ചെയ്ത് ജീവിക്കുന്നത്. വീട്ടിലെ ജോലികൾ ആരാണ് ചെയ്തിരുന്നത്? അവളും ഞാനും ഉണ്ടല്ലോ. ഞാനും ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് വീട്ടിലുള്ളപ്പോ. മെജോറിറ്റി ചെയ്തിരുന്നത് അവള് തന്നെയാണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഹോട്ടലിൽ കൂടുതലും കഴിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഒരു ഭാര്യ ഉണ്ടാക്കി തന്ന ആഹാരം അത് അവർക്ക് അറിയാലോ. അത് മോശമാണ്. വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ പാചകം ചെയ്യുന്നത് ഞാനാ ഫുള്ള്. പുള്ളിക്കാരിയിൽ കൈ കടത്തില്ല. ആദ്യമേ അങ്ങ് ഒഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും വീട്ടു ജോലികൾ, മക്കളെ കുളിപ്പിക്കുക, വീട് വൃത്തിയാക്കുക, മക്കളെ കുളിപ്പിക്കുന്നത്, മക്കളുടെ വസ്ത്രം അലക്കുന്നതും ഒക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ ചെയ്യുന്ന ജോലിക്ക് ഏറ്റവും കൂടുതൽ ഈ മക്കൾക്ക് ഞാൻ അവരെ കുളിപ്പിക്കുന്നതും ചെയ്യുന്നതും ഒക്കെയാണ് അവർക്കും താല്പര്യം. നമുക്ക് വീണ്ടും പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകണ്ട. ഒരു സ്ത്രീ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് മാനമുണ്ട്. നിങ്ങൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസ് വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലിക്കുമുണ്ട്. അത് നിങ്ങൾ കാണുന്നത് ഇത് തിരിച്ച് ചെയ്യാമായിരുന്നു. അത് നിങ്ങൾ കാണുന്നത് അടിമപ്പണിയായിട്ടാണ് കാണുന്നത്. ഈ അടുക്കള ജോലി എന്ന് പറയുന്നത് അടിമപ്പണിയായിട്ടാണ് കാണുന്നത്. ഞാൻ പറയുന്നത് ഏറ്റവും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് അതെ പാചകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഭാര്യ ജോലിക്ക് പോട്ടെ, പുരുഷന്മാര് വീട്ടിലിരുന്ന് ഇത്തരം ജോലി ചെയ്യട്ടെ, അത് ഓക്കെയാണോ? ഈ ഭർത്താവിന് പിന്നെ ചെവിയായിട്ടിരിക്കാൻ പറ്റില്ല. അതെന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നങ്ങ് പറഞ്ഞുകൊണ്ടാ ഓരോ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാ. ഞങ്ങളാരും പറയുന്നില്ല. ഞങ്ങളുടെ ബാധ്യതയായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യമാണ് ഭാര്യയും മക്കൾക്കും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയായിട്ട് ഭർത്താക്കന്മാരെ എടുക്കും. ഇത്രയും ബാധ്യത എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം ബാധ്യതകൾ എടുക്കണ്ട. ആ കുട്ടി ഇത്രയും ബാധ്യതകൾ എടുത്തോട്ടെ, പോയി ജോലി ചെയ്യുകയോ പൈസ ഉണ്ടാക്കി കൊണ്ടുവരികയോ ഈ കടബാധ്യത അവര് ചെയ്യില്ലല്ലോ. അവർ കടബാധ്യത തീർക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? ഞാൻ എടുക്കുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഹസ്ബൻഡ് ഉണ്ടോ വീട്ടില്? ഇല്ല. പിന്നെ പറഞ്ഞിട്ട് വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കില്ല. നിങ്ങൾ ആരും കഴിക്കില്ലല്ലോ. കഴിച്ചാലും പ്രശ്നം. അതെങ്ങനെയാണ് താങ്കൾ പറയുന്നത്? ഒരു 10 മിനിറ്റ് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന്. ഞാൻ പറയട്ടെ, അല്ല നിങ്ങളുടെ എന്റെ വിവാഹത്തിന് ശരി, എന്റെ വിവാഹത്തിന് ഞാൻ താങ്കളെ ക്ഷണിക്കുന്നുണ്ട്. താങ്കൾ ഉറപ്പായും വരണം. തീർച്ചയായിട്ടും. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കും. എങ്ങനെയാണ് അവിടെ പകുതി വിധമാണോ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു ലോൺ ഉണ്ടെന്ന് വെച്ചോളൂ, അതിന് പകുതി വിധമായിരിക്കണം. ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കണം. ഉറപ്പായിട്ടും. ഇവിടെ ഇരുന്ന് തള്ളും പോലെ അല്ലല്ലോ. ഒരിക്കലും വേറെയാ. ഞാൻ പറയുന്നത് അതാണ്. ഇത്തരം ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നത് കൊണ്ടല്ലേ പുരുഷന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ആരാ?
ആത്മഹത്യ ചെയ്യുന്നേരാ? അതെന്ത് പുരുഷന്മാർ, ഞാൻ അറ്റാക്ക് വരുന്ന ആർക്കാ? ഇതൊക്കെ കാരണം എന്താണ്? പുരുഷന്മാര് ഈ പറഞ്ഞ 18 മുതൽ 50 വയസ്സിനിടയിൽ പുരുഷന്മാര് മരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? അവന് ഏറ്റവും കൂടുതൽ ഈ മാനസികമായിട്ടുള്ള പ്രശ്നം അത് തന്നെയാണ്. ഒന്ന് മാനസിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ഭാര്യ സമാധാനം കൊടുക്കാത്തത് തന്നെയായിരിക്കും ഭൂരിഭാഗം. ഉറപ്പാ. ആത്മഹത്യ 73%. 73 ഇപ്പൊ കൂടിയെന്ന് തോന്നുന്നു. 73%. പുരുഷന്മാരിലെ ആത്മഹത്യാ നിരക്ക് കൂടുതലാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. അത് താങ്കൾ പറഞ്ഞത് 70% മുകളിലാണ്. അതിന് കാരണങ്ങൾ എന്താണ്? ഇത്തരം സാമ്പത്തിക ബാധ്യതകൾ, അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ. സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ അയാൾക്ക് അതിനുള്ള ഒരു എന്താ പറയാ ഒരു വാക്കുകൊണ്ടെങ്കിലും ഉള്ള നല്ല വാക്ക് പറയുകയാണെങ്കിൽ അവിടെ തീരുന്ന കേസ്. അത് അവര് രണ്ടുപേർക്കും കൂടി അങ്ങനെ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഭാര്യയും കൂടി സമാധാനം കൊടുക്കാതെ വരുമ്പോഴാണ് ഇത് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. തുല്യ പങ്കാളിത്തമുള്ള കുടുംബങ്ങളിൽ ഇതാവാം. ഇപ്പോൾ തുല്യ പങ്കാളിത്തം, ഞാൻ പറയുന്ന വാക്കിന് വിലയുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനോട് ആവശ്യപ്പെടാം, കുഴപ്പമില്ല, പോട്ടെ, നമുക്കിത് ഡീല് ചെയ്യാം. ഇപ്പൊ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്, നമുക്കത് സെറ്റിൽ ചെയ്യാം എന്ന് ആവശ്യപ്പെടാം. അതിൽ തുല്യ പങ്കാളിത്തം വേണം. ഞാൻ ഈ മലയെല്ലാം ചുമക്കും, എന്നിട്ട് ഞാൻ ഇതിന്റെ കരച്ചിൽ മൊത്തം കാണും എന്ന് പറയുന്നിടത്തല്ലേ പ്രശ്നം വരുന്നത്. അപ്പോൾ തുല്യ ഉത്തരവാദിത്തം സ്ത്രീക്കും കൊടുത്തു നോക്കൂ. കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ എല്ലാവരും ഈ സമ്പാദിച്ചുകൊണ്ടിരുന്ന ഭർത്താവിന് കൊടുക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരട്ടെ. വീട്ടിലുള്ള നിത്യജല മീൻ പോലും വാങ്ങില്ലല്ലോ. അത് അവരുടെ കാശ്. എങ്കിലും അവർ 100 കണക്ക് പറയും. അതാണ് പെണ്ണ്. പെണ്ണ് ഇത് ജനറലൈസ് ചെയ്യുകയാണോ? ഇത് ഒരു വീട്ടിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. എന്റെ അടുത്ത് വരുന്ന ഒരുപാട് കേസുകളുണ്ട്, 100 കണക്കിന് കേസുകളുണ്ട്. ഇപ്പൊ തന്നെ എത്ര കോടതിയിൽ വന്നു എന്നറിയോ? അപ്പൊ സൈലന്റ് ആക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓരോരുത്തരുടെ പ്രശ്നം പറയാനാണ് വിളിക്കുന്നത്. ഇവർക്കൊന്നും സംസാരിക്കാൻ കഴിവില്ലാത്തോണ്ടാ. ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ ഭാര്യ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഫാമിലി കോർട്ടിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഭയന്നിട്ടാണ്. എന്ത് ഭയം ഉണ്ടാകില്ല, മണ്ടയടിച്ചു പൊട്ടിക്കും. അത് തന്നെയാണ് കാരണം. അത്തരത്തിലുള്ള ഭയത്തിൽ നിന്ന് സ്ത്രീകൾ പരാതികൾ കൊടുക്കാതിരിക്കണം, അതാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ പരാതികൾ കൊടുക്കുന്ന ബഹുഭൂരിപക്ഷം കേസും അവൻ സംസാരിക്കാത്ത, കുടുംബം നോക്കുന്ന ഒരു പാവത്താനായിരിക്കും, അല്ലെങ്കിൽ അവൻ പ്രവാസിയായിരിക്കും. അവനൊരു ബാങ്ക് അക്കൗണ്ട് പോലും കാണില്ല പ്രവാസികൾക്ക്. അതെന്താ പ്രവാസികൾക്ക് മന്ദബുദ്ധികളാണെന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ട് മണലാരണ്യത്തിൽ കിടന്ന് ഒരു നല്ല വസ്ത്രം ധരിക്കാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ ഇവൻ പട്ടിപ്പണി എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഇത് മൊത്തം ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും. അവളിവിടെ അർമാദിക്കുകയാണ്, അതറിയോ? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിട്ടയർ കാലാവധി ആകുമ്പോൾ നേരെ ഇങ്ങ് വരുമല്ലോ. ഇവിടെ വരുമ്പോ ഒന്നും കാണില്ല. വസ്തു, വീട് എല്ലാം ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇയാള് കഷ്ടപ്പെട്ട് പണിത വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങേണ്ട ഒരു അവസ്ഥ എന്ത് ദയനീയമാണെന്നറിയോ? എത്ര കേസ് അങ്ങനെയുള്ള 70 വയസ്സായവര്. ഇപ്പൊ രാഹുലീശ്വറിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ആ കോടതിയിൽ ഞാൻ പോയി നിൽക്കുമ്പോ ഒരു 70 വയസ്സായ ഒരു KSRTC ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, അയാള് സമ്പാദിച്ച വസ്തുവും വീടും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ കേൾക്കുന്നില്ല. കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചു വെച്ചേക്കുക. അത് എന്നെ കാണിച്ചു. 70 വയസ്സായി. അവരുടെ ജോലി എന്താണെന്നറിയോ? വൈഫിന്റെ സ്കൂളിലെ ടീച്ചറാ, കാച്ചാണി സ്കൂളിലെ ടീച്ചറാ. എന്ന് വെച്ചാൽ എന്റെ ഓഫീസിന്റെ ഒരു 1.5 കിലോമീറ്റർ അടങ്ങി. ആ സ്കൂളിലെ തന്നെ ഒരു ടീച്ചർ എന്റെ ഒരു സുഹൃത്തുണ്ട്. അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞു, അതൊന്ന് സംസാരിക്കണം, ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യേണ്ടി വരും, ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി റിപ്ലൈ എനിക്ക് കിട്ടിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾ ആ കേസ് 70 വയസ്സായ മനുഷ്യരുന്നേ, അയാൾക്ക് നേരെ നടക്കാൻ പോലും പറ്റുന്നില്ല. അയാൾ എവിടെ പോകണം? ഈ നല്ല കാലം മുഴുവൻ ഗൾഫിലെ പ്രവാസിയായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇവിടെ വന്നിട്ടാണ് KSRTC അദ്ദേഹം ജോലി കിട്ടുന്നത്. ഈ ആൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിക്കണ്ടേ? ഇതുപോലുള്ള 100,000 കേസാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പറയുന്നത്. അപ്പൊ സ്ത്രീകളുടെ മനസ്സെന്ന് പറഞ്ഞാല് മാക്സിമം ചൂഷണം ചെയ്യുക. അയാളെ ചൂഷണം ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപിക എന്ന് പറയുന്നത് ഇവർക്ക് അത്യാവശ്യം കാശുണ്ടല്ലോ, ഇല്ലേ? അവർ ആ രീതിയിൽ ജീവിക്കാത്ത എന്താ? എന്തിനാ ഇയാളെ കല്യാണം കഴിച്ചത്? സ്ത്രീകൾ ചൂഷണം ചെയ്യുന്നവർ മാത്രമാണ്. ഈ ചൂഷണം ചെയ്യുന്നതല്ലേ പിന്നീട് ഇദ്ദേഹത്തിന്റെ വസ്തു വീടും എല്ലാം അതവിടെ നിന്ന് ഇദ്ദേഹത്തെ ഇറക്കി വിടുന്നത്, ഇദ്ദേഹത്തിന് റൂം പോലും കൊടുക്കാതെ. ഒരു 5 മിനിറ്റ് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ആ കഥ മുഴുവൻ വിശ്വസിച്ച് അതാണ് എന്ന് താങ്കൾ അങ്ങ് തീരുമാനിക്കുന്നു. ഞാൻ കോടതിയൊക്കെ മറുഭാവം ഞാൻ ചോദിച്ചല്ലോ, ടീച്ചറോട് ഞാൻ ചോദിച്ചു. ഉത്തരം തന്നില്ലല്ലോ. ഉത്തരം തന്നില്ല. സംസാരിച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ല. ഈ ടീച്ചറെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത് ആര് പറഞ്ഞത്? ഇനി ഞാൻ പറയട്ടെ, അവരിൽ എത്ര നല്ലതെന്ന് പറഞ്ഞാലും അത് ന്യായീകരിക്കില്ല.
സ്വന്തം ഭർത്താവിനെ അയാൾ പണിത വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? ഒരു റൂം കൊടുത്തിട്ടേക്കാലോ. ഒരു പട്ടിക്ക് ഒരു പട്ടിക്കൂട് കാണില്ലേ? എന്താ ഇയാൾക്ക് ഒരു റൂം കൊടുത്താൽ ഇയാൾ വസ്ത്രം പോലും എടുക്കാൻ സാധിക്കാതെ? അവരുടെ ഇടയിലെ പേഴ്സണൽ പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമായി എനിക്കോ താങ്കൾക്കോ അറിയില്ല. എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അയാളുടെ വീടല്ലേ, അയാളുടെ പേരിലിരുന്ന ഇവർ രണ്ടുപേരുടെയും പേരിലുള്ളതല്ലേ. അവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചു. കോടതി എന്തുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ടാകും? കോടതി കൊടുക്കുന്നേ, അതല്ലേ, അതാണ് പ്രശ്നം. അപ്പോൾ കോടതികൾ തെറ്റ് ചെയ്യുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. എന്റെ അമ്മയുടെ വീട്, അച്ഛൻ മരിച്ചുപോയി, അമ്മയുടെ വീട്, ഇതിന്റെ മേളത്തെ നിലയിൽ എന്റെ ഭാര്യ വന്ന് താമസിക്കുകയാണ്, ഭാര്യയും മക്കളും. അവൾ രണ്ടാമതൊരു, ഞാനുമായിട്ട് ഡിവോഴ്സായി, രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അതും കഴിഞ്ഞ് അതും പോയിട്ടാണ് അടുത്ത് വന്ന് ഇവിടെ താമസം. അത് ശരിയാണ്. അമ്മയ്ക്ക് അത് പ്രശ്നമില്ലെങ്കിൽ താങ്കൾക്ക് എന്ത് പ്രശ്നമാണ്? അമ്മയുടെ അച്ഛന്റെയും പേരിലുള്ള സ്ഥലമായിരുന്നില്ലേ? അമ്മയുടെ വീടല്ലേ അച്ഛന്റെ ഭരണശേഷം? അപ്പോൾ അമ്മയല്ലേ തീരുമാനിക്കേണ്ടത് എന്റെ വീടിന്റെ മുകൾ നിലയിൽ ആര് താമസിക്കണമെന്ന്? എന്നിട്ട് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചു. ഇപ്പൊ എന്തായി? ഇപ്പൊ അമ്മയ്ക്ക് ഇറക്കി വിട്ടാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. എനിക്കൊരു ഗുണമുണ്ടായി. എന്താണ്? ഞാൻ ഇത്രയും വർഷം ഞാന് എന്റെ ഫാമിലിയിലും എന്റെ അമ്മയോടും എന്റെ അച്ഛനോടും നാട്ടുകാരോടും ഞാൻ പറഞ്ഞിട്ട് ഇവളെ പറ്റി എന്റെ ഭാഗത്താണ് കുറ്റം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പറയുന്നില്ല എങ്കിലും അവരുടെ മനസ്സിലതാ. പക്ഷെ ഇപ്പൊ അത് ക്ലിയർ ആയി. അത് ദൈവത്തിന്റെ ഒരു ഇടപെടലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ കുറച്ച് ദിവസം അവൾ അവിടെ വന്ന് ഈ ജാനുവരി 1 ഞാൻ അമ്മയെ കാണാൻ പോയപ്പോഴാണ് ഇവള് മേളിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. എന്നോട് പോലും പറഞ്ഞില്ല ഇവരാരും. അപ്പോ അവിടെ നിന്ന് ഞാൻ അമ്മയെ വിളിച്ചു. കുറച്ച് മോശമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു അമ്മയോട്. സ്വന്തം അമ്മയോട് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ലേ? സ്വന്തം അമ്മയോട് സംസാരിച്ചിട്ടില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. സമാധാനം പോലും കൊടുത്താണല്ലോ അമ്മയോട് ചോദിക്കണം. ഒരിക്കലും ഇല്ല. ഞാൻ എന്റെ അമ്മ വേണമെങ്കിൽ ഇപ്പൊ അത് പറയില്ലല്ലോ. എന്റെ അമ്മയോട് പറഞ്ഞാല് അമ്മയോടൊന്നല്ല, ഒരു മനുഷ്യനോട് മോശമായി സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ട് മോശമായിട്ട് സംസാരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം. താങ്കൾ വിവാഹം കഴിച്ചു എന്ന് വയ്ക്കുക, ഹസ്ബൻഡ് കളഞ്ഞിട്ട് പോയി, ഏതെങ്കിലും രീതിയിൽ പോയി എന്ന് വെച്ചോളൂ. അയാൾ വേറൊരു കല്യാണവും കഴിച്ചു. എന്നിട്ട് അയാൾ താങ്കളുടെ വീട്ടിൽ താങ്കളുടെ അമ്മയോട് സമ്മതത്തോട് കൂടിയിട്ട് വന്ന് താമസിച്ചാൽ താങ്കൾ എന്ത് പറയും? താമസത്തോളം പറയും. എന്തിനായിരുന്നു എന്ന് അമ്മയോട് ചോദിക്കും. അമ്മയ്ക്ക് അതിന് ചോദിക്കില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മോശമായ ഭാഷയിൽ സംസാരിക്കും. മോശമായിട്ടുള്ള ആ വീട് എന്റെ അമ്മയുടേതാണെങ്കിൽ അവിടെ ആര് താമസിക്കണം എന്നുള്ളത് എന്റെ അമ്മയുടെ അവകാശമാണ്. എന്റെ അമ്മ പറയേണ്ട കാര്യമാണ്. അതെ, എന്റെ പേര് മേഘ. മേഘ അവിടെ തീബന്ധം കൊണ്ടായിരിക്കും നിൽക്കുന്നത്. നമുക്കറിയാം സ്ത്രീകൾ എങ്ങനെ നിൽക്കുന്നത്. അരമണിക്കൂർ ആയിട്ടുണ്ടാകും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ എന്നെ വിലയിരുത്തുകയാണ്. മേഘ എങ്ങനെയായിരിക്കും പൊതുവിൽ ഉള്ള കാര്യം. ഈ അവസ്ഥ എന്ന് പറഞ്ഞാല് മേഘയെ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവ്, ഞാൻ പറഞ്ഞത് അതാണല്ലോ, വേറൊരു വിവാഹം കഴിച്ചു. അതും കളഞ്ഞിട്ടാണ് പിന്നീട് മേഘയുടെ അമ്മയുടെ സമ്മതത്തോടു കൂടി വീട് പൊട്ടിത്തെറിച്ചിരിക്കും. അത് നമ്മൾ മനുഷ്യരാണെങ്കിൽ പൊട്ടിത്തെറിച്ചിരിക്കും. ഒരു മാറ്റം. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. പുരുഷന്മാർ കരയുന്നതിനോട് യോജിപ്പുണ്ടോ? ഇല്ല, പക്ഷെ കരഞ്ഞു പോകുന്നതാണ്. പുരുഷന്മാര് കരയാൻ പാടില്ല. അപ്പോൾ കരയാൻ പാടില്ല എന്നുള്ളതല്ല, കരയണം എന്നുള്ളതാണ്. പക്ഷേ എത്ര കരയേണ്ടെന്ന് വെച്ചാൽ നമ്മൾ കരഞ്ഞു പോകും ചില സമയത്ത്. കാര്യം അത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് പുരുഷന്മാരും. പക്ഷെ ബഹുഭൂരിപക്ഷം പുരുഷന്മാരും കരയാറില്ല. എന്തുകൊണ്ടോ കരയാറില്ല. കരയാത്തത് ആണ് ഇവരുടെ മരണത്തിന് ഏറ്റവും കൂടുതൽ കാരണം, ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. എന്നാൽ സ്ത്രീകൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും കരയാറുണ്ട്. നിസ്സാര കാര്യങ്ങൾക്കും അവർ കരയാറുണ്ട്. ഞാൻ കരയാറില്ല. ഇല്ല, കരയരുത് എന്നാണ് എന്റെ അഭിപ്രായം. കരയണമെന്നല്ല, മാനസിക ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. ആർക്കാണ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? വിഷമം ഉണ്ടാകുന്ന മനുഷ്യരുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യരുണ്ടാവും. അവരെല്ലാവരും ഒരു ഘട്ടത്തിൽ ആ ബാധ്യതകളെല്ലാം ഇറക്കി വെച്ചു ഒന്ന് കരയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പെണ്ണിന്റെ കരച്ചിൽ കേൾക്കാൻ ഒരുപാട് പേരുണ്ട്. പുരുഷന്റെ കരച്ചിൽ കേട്ടാൽ അവന് വേറൊരു പേരുണ്ട്. എന്തെന്നറിയോ? എന്താണ്? പെണ്ണാളെന്ന് പറയും, ആണത്വമില്ലാത്തവനെന്ന് പറയും. അവന് കരയാൻ പാടില്ല. ആണത്തമില്ലാത്തവനെന്ന് പുരുഷനെ കൂടുതൽ വിളിക്കുന്നത് ആരാണ്? പുരുഷന്മാർ തന്നെയാണ്. നിങ്ങൾ കരയാൻ പാടില്ല എന്ന് പറഞ്ഞു വളർത്തുന്നത് പുരുഷന്മാര് തന്നെ, അമ്മമാരാണ്. നീ ആണാണ്, നീ കരയാൻ പാടില്ല. നിന്റെ അനുജത്തെ സംരക്ഷിക്കേണ്ടത് നീയാണ്, മറ്റുള്ളവരെ അമ്മയെ നോക്കേണ്ടത് നീയാണ്, അച്ഛനെ നോക്കേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ് ആദ്യം കരയരുത് എന്ന് പഠിപ്പിക്കുന്നത് അവരവരുടെ അമ്മയാണ്. ആ അമ്മയിൽ നിന്നാണ് നമ്മൾ കരയാതെ. സമൂഹം പഠിപ്പിക്കുന്ന അമ്മ എന്നല്ല, സമൂഹമാണ് പഠിപ്പിക്കുന്നത്. സമൂഹമല്ല, സമൂഹം രണ്ടാമതാണ്. അമ്മയാണ് ആദ്യം പറയുന്നത്. നീ കരയരുത്, മോശമല്ലേ, നാണക്കേടല്ലേ, നീ ഒരാണല്ലേ, ഇങ്ങനെ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരെയും ഇങ്ങനെ ഒരു വാക്ക് പറയാത്ത ഒരു
അമ്മയും കാണില്ല, ഒരു മകനും കാണില്ല ഇത് കേൾക്കാൻ. ഒരച്ഛനും കാണില്ല. അച്ഛൻ അങ്ങനെ പറയാറില്ല. പറയാറുണ്ട്, ഉറപ്പായും. പുരുഷന്മാരാണ്, ഞാൻ പറഞ്ഞു കൂടുതൽ കേട്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കരയാനും, പുരുഷനോ സ്ത്രീയോ, ഇപ്പോൾ എന്റെ അടുത്ത് വന്ന് വിഷമം പറയുന്ന സ്ത്രീ ആണെങ്കിലും ആണെങ്കിലും ഞാനത് തുല്യമായാണ് കേൾക്കാറുള്ളത്. അത് ഞാനെന്നല്ല, പല വ്യക്തികളും അങ്ങനെയുള്ള മനുഷ്യരാണ്. അപ്പോൾ കരയരുത്, വിഷമം പുറത്തു കാണിക്കരുത്. തുല്യത എന്ന് പറയുമ്പോ ഇങ്ങനെ കേൾക്കുന്നവർ ഞാൻ പറഞ്ഞുതരാം. ഈ പരാതികളുമായിട്ട് നമ്മൾ പോകുന്ന സ്റ്റേഷന്റെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പുരുഷന്മാർ ഒരു പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ പെണ്ണിന്റെ ഭാഗം മാത്രമേ കേൾക്കാറുള്ളൂ. അവിടെ അങ്ങനെ അല്ലെന്നല്ല, നിങ്ങൾ പറഞ്ഞ് കാണിച്ചു തരും എനിക്ക്. ഞാൻ കഴിഞ്ഞ ഹൈക്കോർട്ടിലെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഭിഭാഷകനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്റെ അടുത്ത് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. ഒരു പെൺകുട്ടി ഒരു വ്യാജ പരാതി കൊടുത്തു, ഒരു ഡിവോഴ്സ് കേസിനായി ഒരു വ്യാജ പരാതി കൊടുത്തു. സ്ത്രീകൾ വ്യാജ പരാതികൾ കൊടുക്കുന്നില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ബഹുഭൂരിപക്ഷം എന്ന് ഞാൻ പറയുന്നില്ല, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് എറണാകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നൊരു സംഭവമാണ്. ഈ കേസ് കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലാകുന്നു വ്യാജമാണെന്ന്. ആ സ്ത്രീയോട് ഇത് നടക്കില്ല, ഇത് വ്യാജ പരാതിയാണെന്ന് ഉറപ്പാണ്, പൊക്കോളാൻ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇരുഭാഗത്തും ഉണ്ടാകാറുണ്ട്. ഈ പെൺകുട്ടി കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പറഞ്ഞ അയാളുടെ അന്വേഷണം നടക്കും. ഒരു അന്വേഷണം ഇല്ലാന്നേ, ഒരു അന്വേഷണം ഇല്ല. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനില് ഞാൻ ഇടപെട്ട ഒരു കേസാണ്. കഴിഞ്ഞ പിണറായി സർക്കാർ ഇരുന്നപ്പോഴാണെന്ന് തോന്നുന്നു, ഒരു മന്ത്രി വിളിച്ച് പറയുകയാണ്, ഞാനാണ് വിളിച്ചു പറഞ്ഞത്, ആ പെൺകുട്ടി പരാതി തന്നിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് തൂക്കിയെടുത്താത്തിരണം എന്ന് പറഞ്ഞു. ആ കേസിൽ ഞാൻ ഇടപെട്ടു. പുരുഷന്മാര് തന്നെയല്ലേ വിനയാകാറുള്ളത്? പാവാടകൾ, അതിനാണ് പാവാടകൾ എന്ന് പറയുന്നത്. നമ്മള് പുരുഷന്മാരെ എല്ലാവരും ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരെന്ന് ഞാൻ പറഞ്ഞാലോ? ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തല്ലേ നിൽക്കേണ്ടത്, ന്യായത്തിന്റെ ഭാഗത്തല്ലേ നിൽക്കേണ്ടത്. അത് ന്യായമാണെന്ന് ആ പുരുഷന് തോന്നിയത് കൊണ്ടാവില്ലേ? താങ്കൾ ന്യായമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി താങ്കൾ വാദിക്കുന്നു, എനിക്ക് ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ, പോലീസിന് മുന്നിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ അങ്ങനെ ഒരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മുടെ നിയമം. നിയമത്തിന് മുന്നിൽ പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ്. സ്ത്രീധനം വാങ്ങുന്നത് ശരിയോ തെറ്റോ? തെറ്റാണ്. അലിമണിയോ? അലിമണിയും സ്ത്രീധനവും തമ്മിൽ വ്യത്യാസമുണ്ട് സുഹൃത്തെ. എന്ത് വ്യത്യാസം? വ്യത്യാസം എന്താ പറഞ്ഞു? 15 വർഷം ഞാൻ ഒരാളുമായി വൈവാഹിക ജീവിതത്തിൽ ജീവിക്കുന്നു, എനിക്ക് വേറെ ജോലിയില്ല, ഞാൻ 15 വർഷം ഇയാൾക്ക് വേണ്ടി ജീവിക്കുന്നു. വീട്ടിൽ ഒട്ടുമിക്ക സ്ത്രീകളും ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണ് അരികവൽക്കരിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. നിങ്ങൾ ഡിവോഴ്സായി പിരിഞ്ഞു പോവുകയാണ്, ഈ ഭർത്താവിന് താല്പര്യമൊന്നുമില്ല പിരിയാൻ. ഞാൻ പറഞ്ഞോട്ടെ, ഭർത്താവിന് പിരിയണം താല്പര്യമൊന്നുമില്ല, ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കണം എന്നാണ്, അല്ലെങ്കിൽ മക്കളില്ലെങ്കിൽ ഭാര്യയുമായിട്ട് ജീവിക്കണം എന്നാണ് താല്പര്യം. അയാളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഈ സ്ത്രീക്ക് എന്തിന് അയാൾ സമ്പാദിച്ച അലിമണി എന്ന് പറയുന്ന ഈ ഓമന പേര് പറഞ്ഞ് ആർക്കും അറിയില്ല കേട്ടോ അലിമണി എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് കോടതി ഇടപെട്ടിട്ട് ലക്ഷക്കണക്കിന് എന്ന് വെച്ചാൽ ഇയാളുടെ സമ്പാദ്യത്തിന്റെ ബഹുഭൂരിപക്ഷവും മാസം തോറും സാലറി വാങ്ങുന്നതിന്റെ 3/4 ഭാഗം ഇവൾക്ക് കൊടുക്കാൻ പറയുന്നു. താങ്കൾക്ക് അറിയുമോ എന്നറിയില്ല, അലിമണി എന്ന് പറയുന്നത് ഇരു വിഭാഗത്തിനും ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ചോദിക്കാം? ഇപ്പൊ സ്ത്രീയാണ്, ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ ഞാൻ 15 വർഷം ഒരു വൈവാഹിക ജീവിതത്തിൽ നിൽക്കുന്നു, എനിക്ക് അയാളുമായി ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. 15 വർഷം ഞാൻ വീട്ടിൽ ചെയ്ത ജോലികൾ, കടമകൾ, എന്റെ പോയിപ്പോയ 15 വർഷങ്ങൾ, ഇതിനു വേണ്ടി എനിക്ക് അലിമണി ചോദിക്കാം. ഇനി തിരിച്ചാണെന്ന് വിചാരിക്കുക, ഞാനാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്, ഈ 15 വർഷം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയത്, വീട് എങ്ങനെ ഓടുന്നു എന്ന് നോക്കിയത് എന്റെ ഭർത്താവാണെങ്കിൽ ഇയാൾക്ക് എന്നോട് അലിമണി ആവശ്യപ്പെടാം. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഞാൻ പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ ചെയ്യുന്നതിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുകളുണ്ട്. ഞാൻ പറയുന്നത്, സ്ത്രീകളെ എങ്ങനെ അടിച്ചമർത്താം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും പുരുഷന്മാർക്ക് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നതിനെ പറ്റി ചിന്തിക്കണം. പുരുഷന്മാർക്ക് എങ്ങനെ പറയാൻ, ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു, ഭാര്യയ്ക്ക് കാശ് കൊടുക്കരുത്, ഭാര്യയെ വിശ്വസിക്കരുത്, ഇതാണ് ഞാൻ അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. വീടിന്റെ പകുതി ഉത്തരവാദിത്തം ഭാര്യയെ ഏൽപ്പിക്കൂ, നിങ്ങളുടെ ജീവിതം സുന്ദരവും സുബിലവും ആകും. അവര് ഫുള്ളായിട്ട് അവരെ ഇതെല്ലാം നടത്തുന്നേ, കംപ്ലീറ്റ് കാര്യങ്ങൾ അവരല്ലേ നോക്കണേ. ഇത് ആരാ പറയണേ? ഭർത്താവ് ജോലി ചെയ്യുന്ന കംപ്ലീറ്റ് കാശും കൊണ്ട് ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കണേ, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടില്ല, ഭാര്യയുടെ അക്കൗണ്ടിൽ. സംശയമുണ്ടോ? നിങ്ങൾ നമുക്ക് കണക്കെടുക്കാം. ഇനി അടുത്ത തവണ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു 100 കുടുംബങ്ങളുടെ കണക്കുമായി ഞാൻ ഇവിടെ വന്നിരിക്കാം. ഇപ്പൊ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്നത്?
എന്തുകൊണ്ടാണ്? പറയൂ, താങ്കൾ പറയൂ എന്തുകൊണ്ടാണ്? ചോദ്യം എന്തായിരുന്നു? ഓക്കെ. പറയൂ. കല്യാണം വേണ്ട എന്ന് പറയുന്നതിന് പല അതെ കല്യാണം വേണ്ട എന്ന് പറയുന്നതിന് പല കാര്യങ്ങളുണ്ട്. നമ്മൾ സമൂഹത്തിൽ കണ്ടുവന്ന ഫെയിൽഡ് മാരേജസ്, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ ഒരു 10 കുടുംബങ്ങളിൽ ഒരു 6 കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളും ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അവര് തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഒരു ഭയം ഉണ്ടാകും, അയ്യോ ഞാൻ കല്യാണം കഴിച്ചാലും ഇങ്ങനെ ഉണ്ടാകുമോ? അതുപോലെ തന്നെ നല്ലൊരു പാർട്ട്ണറിനെ, അല്ലെങ്കിൽ നല്ലൊരു എന്ന് പറയുന്നില്ല, എനിക്ക് ചേരുന്ന ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അങ്ങനെ പലവിധം ഈ ഗാർഹിക പീഡന കണക്കുകൾ എടുത്തു നോക്കിയാൽ മാത്രം മതി ഒരാൾക്ക് വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങളുടെയും എന്റെയും ഒക്കെ അച്ഛനും അമ്മമാര് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും ചിന്തിച്ചിട്ട് വിവാഹം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കാണുമോ ഈ ലോകത്ത്? ഇല്ല, അത് അവരുടെ തീരുമാനമായിരുന്നു. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തുന്നത് ഫെയിൽഡ് മാരേജുകൾ അല്ലേ? തീർച്ചയായും അതൊരു വലിയ ഫാക്ടറാണ്. എന്താണ് പഠനങ്ങൾ പറയുന്നു. എന്ത് പഠനം? ചുറ്റുമുള്ള ഫെയിൽഡ് മാരേജസ് കണ്ടിട്ടാണ് മറ്റുള്ളവർ പഠിച്ച് എന്ത് പറയുന്ന കാര്യങ്ങളാണോ ശരി? നിങ്ങൾക്കൊരു ഭർത്താവിന്റെ കൂടി അല്ലെങ്കിൽ ഭാര്യയുടെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? അഡ്ജസ്റ്റ്മെന്റ് ആണോ ജീവിതം? പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം. കുടുംബ ജീവിതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് ജീവിക്കുക, പറഞ്ഞ് അതിന്റെ ഒരു ഫ്ലാറ്റിലെത്തിട്ട് പറയുക. അല്ലാതെ എല്ലാ രീതിയിലും കാര്യം 2 സാഹചര്യത്തിൽ വരുന്ന 2 ഒരു പുരുഷനും സ്ത്രീയുമാണ്. എല്ലാവരും പക്കയായിരിക്കണമെന്നൊന്നുമില്ല. അപ്പൊ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ അത് പരസ്പരം പറഞ്ഞു തീർക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വിവാഹമേ വേണ്ട, എനിക്ക് അയ്യോ വിവാഹം എന്ന് പറഞ്ഞ പേടിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭാര്യമാരെല്ലാം പക്കയായതുകൊണ്ടാണോ ഇന്നും കുടുംബജീവിതം ചിലരുടെ ഇടയിലെങ്കിലും പോകുന്നത്? ഞങ്ങൾ സഹിക്കുന്നതാണെന്നേ, ഞങ്ങൾ സഹിച്ചിട്ടാ പോകുന്നത്. സഹിക്കാറില്ല, പുരുഷന്മാർ മാത്രമാണ് സഹിക്കുന്നത്. സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് സഹിക്കുന്നില്ല ഒരല്പം പോലും. എങ്കിൽ ഫാമിലി കോർട്ടിൽ ഇത്രയും കേസ് വരില്ല. നമുക്കിതൊരു പരമ്പരയായി തന്നെ തുടരണമെന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് ഓരോ ജില്ലയിലെ 100 കണക്കുകൾ എടുത്തു വെച്ച് നമുക്ക് ഇതുപോലെ 100 ആയിരക്കണക്കിന് നമുക്ക് 100 ഒരു സെലക്റ്റീവായി ഒരു 100 ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന നമ്മുടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ കോടതിയില്ല, ഫാമിലി കോർട്ട്. ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ളവർ പിരിഞ്ഞു പോകുന്നതല്ലേ നല്ലത്? പിരിയുന്നതിനോട് നിങ്ങൾ അങ്ങനെ എനിക്ക് യോജിപ്പൊന്നുമില്ല. കാര്യം നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരിൽ എടുത്തു നോക്കിയാലും ഒന്നും പക്കയൊന്നുമല്ല. എല്ലാം നോക്കി കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം എല്ലായിടത്തും ഉണ്ടെന്നേ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നത് തന്നെയല്ലേ നല്ലത്? അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു മിനിമം ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മള് അമ്മയും മക്കളുമായിട്ട് എന്താ പക്കയാണോ എല്ലാവരും? അല്ല, അമ്മയെ മാറ്റാൻ കഴിയും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂലേ? അമ്മയെ മാറ്റാൻ കഴിയില്ലല്ലോ. അമ്മയും മക്കളുമായിട്ട് ഉണ്ടാവില്ല എന്നാണ് എന്റെ ചോദ്യം. ഉണ്ടാവും. അവിടെ എന്താ അപ്പോൾ മക്കളെ വേണ്ടെന്ന് വെക്കാറുണ്ടോ? വേണ്ടെന്ന് വെക്കാറുണ്ട്. ചില ഇപ്പൊ എറിഞ്ഞു കൊല്ലുന്നു, കിണറ്റിലെറിയുന്നു. പിതാക്കന്മാർ മക്കളെ പീഡിപ്പിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടില്ല. എത്രയുണ്ട്? അതെല്ലാം ഫേക്ക് കേസുകളാ ഭൂരിഭാഗം. അറിയോ? ഈ പീഡന കേസ് എല്ലാം ഫേക്കാണെന്നേ ഭൂരിഭാഗം. ഒരു ഡിവോഴ്സ് കേസ് എന്തെങ്കിലും വരുമ്പോ ഭർത്താവിനോട് വിജയിക്കാൻ പറ്റാതെ വന്നാൽ കുഞ്ഞിനെ, ഒരു പെണ്ണിന് ഇത്രയും മനസ്സ് ക്രൂരമായി പോണുണ്ട്. സ്വന്തം മകളെ വെച്ചാ പറയുന്നത്. ഒരു കൊച്ചു കുഞ്ഞിന്റെ പീഡന കഥ തിരിച്ച് പുരുഷന്മാരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാൻ കാണിക്കുന്ന താങ്കളുടെ മനസ്സോ? ഇത് ഞാൻ പറയുന്നത് ബഹുഭൂരിപക്ഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കോടതികളിൽ ഈ പോക്സോ കേസ് എടുത്തിട്ട് ഈ അച്ഛനെ വെറുതെ വിടുന്നതിന്റെ കാരണം അതാണെന്നേ. 4-5 വർഷം കഴിയുമ്പോ ഈ കേസുകൾ പിന്നീട് ഫേക്ക് കേസായിരുന്നു, ഇയാളുടെ ജീവിതം പോയില്ലേ? ചിലർക്ക് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എത്രയോ കൊച്ചു കുഞ്ഞുങ്ങൾ, ഭാര്യമാർ ആത്മഹത്യ ചെയ്യുന്നു ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ. എത്ര ആത്മഹത്യ ചെയ്യുന്നു? കണക്കുകൾ പുരുഷന്മാർ മരിക്കുന്നതിന്റെ ഒരു അംശം പോലും ആകുന്നില്ലല്ലോ. അങ്ങനെ മരിക്കണമെന്നല്ല പറയുന്നത്. വ്യാജ പരാതികൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇത്തരം പോക്സോ കേസുകളിൽ അത് വ്യാജ പരാതികളാണെന്ന് പറയരുത്. അതിൽ എനിക്ക് നല്ല വ്യാജ പോക്സോ കേസുകളിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാരെ വ്യാജ പരാതിയിൽ കൊടുക്കുന്ന ഒരിക്കലുമല്ല. അത് തെറ്റാണ്. അത് അറിവില്ലാത്തോണ്ടാ. നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. നമുക്ക് കണക്കെടുത്ത് അങ്ങനെയാണെങ്കിൽ ഈ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഇയാളെ ഈ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി അച്ഛനാവാം, വേറെ ആരെങ്കിലും ഒക്കെ ആവാം. അപ്പൊ അവരെ എന്തുകൊണ്ട് വെറുതെ വിടുന്നു? അതൊന്ന് പറഞ്ഞുതരും. ഒരു പീഡന കേസ്, അതൊരു കുഞ്ഞാകട്ടെ വലിയൊരാളായിക്കോട്ടെ, ഈ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് താങ്കൾക്കറിയോ? എന്നാ പിന്നെ പരാതി കൊടുക്കാതിരുന്ന പോരെ? അപ്പോൾ പീഡനം സഹിച്ചങ്ങ് ജീവിക്കുക എന്നാണോ താങ്കൾ? വ്യാജ പരാതി കൊടുക്കുന്നവരെ കാര്യം പറഞ്ഞത്. വ്യാജ പരാതിയാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കാതിരിക്കുക. വർഷങ്ങളോളം നീളാതിരിക്കണമെങ്കിൽ കൊടുക്കാതിരിക്കുക. ഒരു പീഡന പരാതിയും വ്യാജമാണെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റാണ്. ഈ ദിലീപിന്റെ കേസ് ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ പറയുന്നത് വ്യാജ പരാതിയാണ്.
8 വർഷത്തെ നടിയുടെ നിയമ പോരാട്ടം വ്യാജമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. മഞ്ജു വാര്യരുടെ കൂടെ റീൽസ് എടുത്ത് അടിച്ചു പൊളിച്ച് ചിരിച്ച് നടന്ന കുട്ടിയുടെ കാര്യമല്ലേ പറയണേ? സന്തോഷിക്കാൻ പാടില്ല, സന്തോഷിക്കണം. അത് പുറത്തുവിട ലൈംഗിക ചൂഷണം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി പിന്നീട് സന്തോഷിക്കാൻ പാടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ ദിലീപ് സന്തോഷിച്ചോ? സന്തോഷിക്കുന്നില്ലേ? എത്ര റീൽസ് അദ്ദേഹത്തിന്റെ സന്തോഷിച്ച് വന്നിട്ടുണ്ട് പുറത്ത്? കാണിച്ചു തരട്ടെ. അല്ല ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, അല്ലാതെ അദ്ദേഹം ജീവിച്ചൊന്നുമല്ല, അദ്ദേഹം ജീവിച്ച് മരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ 8.25 വർഷവും. ശരി, ഈ തർക്കങ്ങൾ ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല. ഇനിയും ഇതൊരു പരമ്പരയായി തുടരുകയാണ്. ഇനി അടുത്ത വാഗ്വാദവുമായി വീണ്ടും കാണാം. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. തീർച്ചയായും.